നമസ്കാരം. ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ഏങ്ങണ്ടിയൂർ സ്വദേശിയായ യുവാവ് അബുദാബിയിൽ വാഹനാപകടത്തിൽ മരിച്ചു. ഏങ്ങണ്ടിയൂർ ഏത്തായി കിഴക്ക് ഭാഗം ലെനിൻ നഗറിൽ താമസിക്കുന്ന ചക്കാമടത്തിൽ ഷൈജു മകൻ പ്രണവാണ് അബുദാബിയിൽ വാഹനാപകടത്തിൽ മരിച്ചത്. 22 വയസ്സായിരുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവമുണ്ടായത്. സുഹൃത്തിനെ എയർപോർട്ടിൽ നിന്നെടുത്ത് വരുന്ന വഴി കാർ ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടം. വാഹനം ഓടിച്ചിരുന്ന പ്രണവ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സഹയാത്രികനായിരുന്ന സുഹൃത്ത് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കുടുംബസമേതം ഗൾഫിൽ താമസിക്കുന്ന പ്രണവ് അമ്മയോടൊപ്പം നാട്ടിൽ പോയതായിരുന്നു. 2 ദിവസം മുമ്പാണ് പ്രണവ് നാട്ടിൽ നിന്നും അബുദാബിയിൽ തിരിച്ചെത്തിയത്. മൃതദേഹം നാട്ടിൽ സംസ്കരിക്കും. അമ്മ ശ്രീവത്സ, സഹോദരി ശില്പ. അന്തിക്കാട് വള്ളൂർ ആലുന്താഴം ശ്രീ മഹാവാരാഹി ദേവി ക്ഷേത്രത്തിൽ ഇല്ലംനിറ നടന്നു. രാവിലെ മഹാഗണപതി ഹോമത്തിന് ശേഷമായിരുന്നു ചടങ്ങ്. പുന്നെല്ലിൻ്റെ കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ച് പൂജിച്ച് വാരാഹി ദേവിക്ക് സമർപ്പിച്ചു. ക്ഷേത്രം തന്ത്രി കതിർക്കറ്റകളിൽ ലക്ഷ്മിനാരായണ പൂജ നടത്തി വാരാഹി ദേവിയുടെ ശ്രീലകത്ത് ചാർത്തുന്നതോടെ ചടങ്ങിന് പരിസമാപ്തിയായി. തുടർന്ന് ഉപദേവന്മാരുടെ ശ്രീകോവിലുകളിലും നിറ നടത്തി. ഭക്തർക്ക് വേണ്ടി വാരാഹി ദേവിക്ക് പൂജ ചെയ്ത നെൽക്കതിർ ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് പ്രവീൺ പണ്ടാരത്തിൽ ഏറ്റുവാങ്ങി. തുടർന്ന് ഭക്തർക്ക് നെൽക്കതിർ പ്രസാദമായി നൽകി. താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മറ്റ് ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വിഷ്ണു കൂട്ടാലയും കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ സിനീഷ് തണ്ടാശ്ശേരി, സുബിൻ കാരാമാക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തു. ദി അന്തിക്കാഡ്സ് UAE അസോസിയേഷൻ വാർഷികാഘോഷവും കുടുംബസംഗമവും അന്തിക്കാഡ്സ് UAE സംഘടനയുടെ മുതിർന്ന അംഗം രവീന്ദ്രൻ ചേന്ദ്ര ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടന എന്ത് രീതിയിൽ വളർന്നു വന്നോ അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞ മിസ്റ്റർ രാജീവും നമ്മുടെ ജിനേഷും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. സംഘടനയെ പറ്റിയിട്ടും എന്നെ പറ്റിയിട്ടും പറഞ്ഞു. ഞാൻ പഴയ പട്ടാളക്കാരൻ, എയർഫോഴ്സുകാരനാണ്. അത് തൊട്ട് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ അധികമൊന്നും പറയാനില്ല. പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. കുറച്ച് വ്യക്തികളെ പറ്റി മനസ്സിലൊരു വിഷമം തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും നിറസാന്നിധ്യമായിരുന്നത് കുറച്ച് വ്യക്തികളുണ്ടായിരുന്നു. അവരുടെ മുഖം നമ്മൾക്ക് ഓർക്കാം. ഒന്ന് ഞാൻ പറയട്ടെ, ഇപ്പോൾ സാധാരണ ഇതിൽ പുറത്തൊന്ന് പോയിട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റാതെ വിഷമിക്കുന്ന തൻ്റെക്ക് പുഷ്കരൻ, അങ്ങനെ കുറച്ച് വ്യക്തികളുണ്ട്. രാമേന്ദ്രൻ മാഷ്, ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ, നമ്മുടെ ചരിത്ര ഘനമൊട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയ ശ്രീ രാമേന്ദ്രൻ. കൺവീനർ ജിനേഷ് മൂത്തേടത്ത് അധ്യക്ഷനായി. വയനാടിൻ്റെ പുനരധിവാസത്തിനായി അംഗങ്ങൾ സംഭാവന ചെയ്ത ആദ്യ ഗഡു 1,00,000 രൂപ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദിന് കൈമാറി. കമ്മിറ്റി അംഗങ്ങളായ അഷ്റഫ് KK, രാജീവ് സുകുമാരൻ, ഷാജി കളരിക്കൽ, യതീന്ദ്രൻ TB, ജലജ സോമൻ, ദിബേഷ് അണ്ടേഴത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ ലീന മനോജ് എന്നിവർ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് പെരുങ്ങോട്ടുകര പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. പഴുവിൽ JP സംഗമ ഹാളിൽ നടന്ന ചടങ്ങിന് ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് സുരേഷ് വാര്യർ നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികളായി VR സൽഗുണൻ, രാജീവ് മൂത്തേരി, രഞ്ജിത്ത് രവീന്ദ്രൻ എന്നിവർ സ്ഥാനമേറ്റു. പുതിയ അംഗം മനോജിന് സാക്ഷ്യപത്രം നൽകി. റീജിയൺ ചെയർപേഴ്സൺ MC മദനകുമാർ, MM ദിനേശൻ എന്നിവർ സംസാരിച്ചു. വിവിധ ലയൺസ് ക്ലബ്ബുകളിലെ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. നാഗ്പൂരിൽ വെച്ച് നടന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ കേരളത്തിന് വേണ്ടി വെങ്കല മെഡൽ നേടിയ തളിക്കുളം ഗീത ലാബ് ഉടമ VC ദിലീപ് കുമാറിന്റെ മകൾ VD കൃഷ്ണാഞ്ജനിയെ തളിക്കുളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലപ്പെട്ടിയിലെ വസതിയിൽ എത്തി ആദരിച്ചു. പ്രസിഡന്റ് EG ചന്ദ്രബോസ് മൊമെന്റോ നൽകി ആദരിച്ചു. സെക്രട്ടറി PM ഖാദർ കുഞ്ഞ് ഷാൾ അണിയിച്ചു. ES വസന്തകുമാർ, NS മോഹൻദാസ്, AH അബ്ദുൾ സത്താർ എന്നിവർ സംസാരിച്ചു.
CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക നേതാവും ആദ്യ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കൃഷ്ണപിള്ളയുടെ ചരമവാർഷിക ദിനം ആചരിച്ചു. എടമുട്ടം സർദാർ സ്മാരക മന്ദിരത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AG സുഭാഷിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗം VC കിഷോർ, ബ്ലോക്ക് മെമ്പർ വസന്ത ദേവലാൽ, LC മെമ്പർമാരായ സുജിന്ത് പുല്ലാട്ട്, മുബീഷ് പനക്കൽ, ഹിരൺ കിളിയന്തറ, TS ചന്ദ്രൻ, ബാബു മേൽവീട്ടിൽ, ദിൽജിത്ത്, സുനിൽ കുന്നത്ത് എന്നിവർ സംസാരിച്ചു. സഖാവ് കൃഷ്ണപിള്ള ദിനത്തിൽ CPM മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി. KV ഡേവിസ്, ജനാർദ്ദന മണ്ണുമ്മൽ, TV മനോഹരൻ, VK വേലായുധൻ കുട്ടി, PS പ്രസാദ്, CG മോഹൻദാസ്, വിലാസിനി വേണുഗോപാൽ, CR രമേശ് എന്നിവർ നേതൃത്വം നൽകി. താന്യം പഞ്ചായത്ത് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. LDF സ്ഥാനാർത്ഥികൾക്ക് 2592 വോട്ട് വരെ ലഭിച്ചപ്പോൾ എതിരായി മത്സരിച്ച കോൺഗ്രസിന് പരമാവധി ലഭിച്ചത് 425 വോട്ടാണ്. KC രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് VA ഗിരീഷ്, AK രാജൻ, VV രാകേഷ്, KR പ്രതീഷ്, KM സിറാജ്, സജിത ബിജു, BA രേവതി, അഡ്വക്കേറ്റ് PR ഷിനോയ്, KA അജ്മൽ, KG സജിത്, സിൽജ ജോഷി, ജിത സനിൽ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇവരിൽ 6 പേർ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. LDFിൻ്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. CPIM ഏരിയ സെക്രട്ടറി AS ദിനകരൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ്, MV മുകേഷ്, സിബിൻ C ബാബു എന്നിവർ വിജയികളെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.